പേടിച്ചു പോയോ കുട്ടാ? പക്ഷെ ഞാൻ പേടിച്ചില്ല കേട്ടോ. പണ്ട് പെരുന്നാക്ക് മാസം കണ്ട ഞാനും കാക്കും അഞ്ചനൊക്കെ കുറെ പടക്കേട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചു. ഓ, അതൊക്കെ ഒരു കാലം. പക്ഷെ അന്ന് വലിയ അന്തല്ലാന്ന് കേട്ടോ. നമ്മളെ ചർച്ച അതല്ല, നമുക്ക് പെരുന്നാളിന്റെ ഓർമ്മകളെ കുറിച്ച് പറഞ്ഞുതരാം. പെരുന്നാക്ക് തുണിയും കുപ്പായം എടുക്കാൻ പോവാ. അതേപോലെ നമ്മളെ ഉമ്മാരും പെങ്ങന്മാരും ഭാര്യമാരൊക്കെ ആ പെരുന്നാൾ രാവിലെ ഇങ്ങനെ മെയിലാഞ്ചി ചെയ്ത. അതിന് നമുക്ക് ഭാര്യമാരില്ലല്ലോ, നമ്മള് സിംഗിൾ അല്ലേ? എങ്ങനെ സിംഗിൾ അല്ലേ നമ്മള്? പക്ഷെ നമ്മള് ചർച്ച ഇങ്ങോട്ടൊക്കെ വഴിമാറി പോണുണ്ടോ എന്നൊരു സംശയം. ഏതായാലും രാവിലെ തന്നെ കുളിച്ച് പുതിയ ഡ്രസ്സ് കൊടുത്ത് പെരുന്നാൾസ്കാരത്തിന് പള്ളിയിലും പോയിട്ട് കുട്ടികളി നാട്ടുകാരൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ കലാപരിപാടി. നല്ല ചൂടുള്ള ബിരിയാണി, പിന്നെ നല്ലൊരു പായസമൊക്കെ കുടിച്ച് അതിന്റെ ക്ഷീണം മാറുമ്പോഴേക്ക് ഉമ്മാന്റെ പെരീക്ക് ഒരു വിരുന്ന് പോക്ക്. ഔന്റെടാ, പെരുന്നാളിന്റെ ഏറ്റവും നല്ല അടിപൊളി സംഭവമാണത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനും അടിച്ചു പൊളിക്കാനും ഉള്ളതാണ്. അന്ന് നോമ്പ് നോൽക്കുന്നത് പോലും ഹറാമാണ് മക്കളെ. പിന്നെ നമ്മൾ ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒക്കെ ചെറിയൊരു പരിധി വെക്കണം. കാരണം ആകെ കൊളാക്കി അലമ്പാക്കിയാല് നമ്മൾ എടങ്ങാറായി നോറ്റ 30 നോമ്പ് അങ്ങ് ഫസാദായി പോകും. പിന്നെ നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം നമ്മുടെ അയൽവാസികള്, കുടുംബക്കാര്, കൂട്ടുകാര്, ഇതിലൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക, ചെറിയ പെരുന്നാൾ പൈസ ഒക്കെ കൊടുത്ത് ഓലും കൂടിയും സന്തോഷിപ്പിച്ച് അവസാനം ഫാമിലിന്റെ കൂടെ ഒരു ട്രിപ്പും കൂടിയും പോയാണ്ടല്ലോ, നല്ല കളറ് പെരുന്നാളാവും. അപ്പൊ എങ്ങനെ, അടിച്ചു വിളിക്കണ്ടേ?